ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഒരു വൺ കാർഡ് റീഡിംഗ് ആണ്. ഏഞ്ചൽസിന് ഈ ഒരു ടൈമിൽ നമ്മളോട് എന്ത് മെസ്സേജസ് ആണ് പാസ് ചെയ്യാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ഫോർഗീവ്നെസ് എന്ന് പറയുന്ന കാർഡാണ്, അതായത് ക്ഷമിക്കുക. ഡിവൈൻ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൈമിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ചു പോയ പല വ്യക്തികൾ ഉണ്ടായിരിക്കാം. പലരുടെയും ജീവിതത്തിൽ പലർക്കും പല സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ വേദനിപ്പിച്ചു പോയ ഒരു വ്യക്തിയോട് നമ്മുടെ ഉള്ളിലെ ദേഷ്യം, സങ്കടം, വെറുപ്പ് ഇതൊക്കെ നമുക്ക് പല ടൈമിലായിട്ട് തോന്നാം. എന്നാൽ ഈ ഒരു സമയത്ത് ഡിവൈൻ നമ്മളോട് പറയുന്നത്, നമ്മൾ ആരോടും ദേഷ്യമോ വെറുപ്പോ ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ക്ഷമിച്ചേക്കുക. അവരെ നമ്മളെ വേദനിപ്പിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കർമ്മ ഈസ് എ ബൂമറാങ്. തീർച്ചയായിട്ടും അവർക്കും നമ്മൾ കടന്നുപോയ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ഒരു ടൈം വരുമ്പോൾ അവർക്കും അത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ ഏതെങ്കിലും രീതിയിൽ ശപിക്കുവാനോ അവരോടൊരു ദേഷ്യം വെച്ച് പുലർത്തുവാനോ ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യങ്ങളും ഇല്ല. അവർക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ക്ഷമിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഒരാളോട് ക്ഷമിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മൾ അവരുടെ മുമ്പിൽ ചെറുതാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് വലുതാവുകയാണ് ചെയ്യുന്നത്. നമ്മളെ വേദനിപ്പിച്ച് പോയ ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് ക്ഷമാപണം തന്നെയാണ്. തീർച്ചയായും ലൈഫിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരത് റിയലൈസ് ചെയ്യും. അവരും വേദനിക്കും. നമ്മൾ ഫേസ് ചെയ്ത് പോയതായ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ അവരും കടന്നു പോകും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ആരോടും ദേഷ്യം വെക്കാതിരിക്കുക, ഫോർഗീവ് ചെയ്തേക്കുക, ക്ഷമിച്ചേക്കുക. അതിലൂടെ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷവും സമാധാനവും ലഭിക്കും. ഈ ഒരു മെസ്സേജാണ് ഏഞ്ചൽസ് ഇന്ന് നമുക്കായിട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുക.